അസൂയ വീടുകളിലും ഓഫീസുകളിലും സമൂഹ ജീവിതത്തിലും എല്ലാ മേഖലകളിലും കടന്നുകൂടുന്ന വലിയ ഒരു ഇത്തിക്കണ്ണിയാണിത്. ഇത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കാതെ പോകില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഇത്തിക്കണ്ണിയുടെ സ്വഭാവം അവർക്കുണ്ട്, എനിക്കില്ല. അവർക്കുണ്ട്, എനിക്കില്ല. അതാണ് ഈ ഇത്തിക്കണ്ണി കയറി കൂടുന്നവരുടെ ഒരു സ്വഭാവ പ്രത്യേകത. അവർ വളരുന്നു, ഞാൻ വളരുന്നില്ല. അവർക്ക് സൗന്ദര്യമുണ്ട്, എനിക്കില്ല. അവർക്ക് കഴിവുണ്ട്, എനിക്കില്ല. അവർക്കെല്ലാം ഉണ്ട്, എനിക്കില്ല. ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. പ്രിയ സഹോദരങ്ങളെ, ഈ ഇത്തിക്കണ്ണി കയറിക്കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സാവധാനം നാം അറിയാതെ ഈ മരത്തിൽ കയറിയിരിക്കുന്ന ഇത്തിക്കണ്ണി മരത്തെ നശിപ്പിച്ച് കഴിയുമ്പോൾ ഇത്തിക്കണ്ണി വളർന്നു വലുതായി വേറൊരു മരം ആവില്ല, ഒരിക്കലും ആവില്ല. ഇത് താനെ നശിച്ചു പോകും. അതാണ് ഇതിൻ്റെ സ്വഭാവം. ഇത് തന്നെ മനുഷ്യ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഓഫീസുകളിൽ മിടുക്കന്മാരും മിടുക്കികളുമാക്കിയായി പഠിച്ചു വരുന്ന എത്രയോ നല്ല യുവതി യുവാക്കളെ നമ്മൾ കാണുന്നു. എത്ര നല്ല മിടുക്കരായ വ്യക്തികളെ കാണുന്നു. ദൈവം അഭിഷേകം ചെയ്ത് സൗന്ദര്യത്താലും കൃപയാലും എല്ലാവിധ സിദ്ധികളാലും ഒക്കെ അഭിഷേകം ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ കടന്നു വരുന്ന വ്യക്തികളിലേക്ക് നമ്മൾ ഇത്തിക്കണ്ണികളായിട്ട് അങ്ങോട്ട് പടർന്നങ്ങ് നിൽക്കും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമ്മൾ അനുവദിക്കില്ല. പടരാൻ പിന്നെ അവരെ അനുവദിക്കത്തേയില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ, അങ്ങോട്ട് ചെരിഞ്ഞാൽ ഇങ്ങോട്ട് ചെരിഞ്ഞാൽ, എല്ലാവിധ മേഖലകളിലും ഈ ഇത്തിക്കണ്ണി പടർന്ന് പന്തലിച്ച് എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവരെയും നശിപ്പിക്കും, നമ്മളും നശിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ അനേക വ്യക്തികളുടെ ജീവനെ ഊറ്റിക്കുടിച്ച്, അനേക വ്യക്തികളുടെ കഴിവിനെ നമ്മൾ നശിപ്പിച്ച് അനേകരുടെ ജീവിതങ്ങളെ തല്ലി തകർത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രഭാഷകൻ പറയുന്നത് എന്താണ്? കുടിലമാണ് അവരുടെ നയനങ്ങൾ. ആ നോട്ടം തന്നെ നമുക്ക് മനസ്സിലാകും. ആ നോട്ടത്തിൽ തന്നെ നമ്മൾ വീണു പോകും. ഈ ഇത്തിക്കണ്ണി പടർന്നു പിടിച്ചിരിക്കുന്ന വ്യക്തികളുടെ നോട്ടത്തിൽ തന്നെ നമ്മൾ തകർന്നു പോകുന്ന ഒരു അനുഭവമാണ് ഇത്. കൂടാതിരിക്കുവാൻ നമ്മൾ നിരന്തരം നമ്മെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നല്ല നല്ല കൃഷിക്കാരുണ്ട്. തോട്ടത്തിലൂടെ നടന്ന് തൻ്റെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്ന നല്ല കൃഷിക്കാരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇപ്രകാരമുള്ള ഇത്തിക്കണ്ണികൾ മരത്തിൽ കയറി കൂടിയാൽ അവരന്നേരെ അത് കയറി അത് വലിച്ചു പറിച്ചു ദൂരെ കളയും. അത് വലിച്ച് പറിച്ച് താഴെ കളയാതെ അവരടങ്ങില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മരം, ആ വൃക്ഷം നശിക്കുമെന്ന് ഈ കൃഷിക്കാർക്കറിയാം. പക്ഷേ നമുക്ക്, ദൈവത്തിൻ്റെ മക്കളായ നമുക്ക്, ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. നമ്മൾ അറിയാറേയില്ല. നമ്മൾ അതിനെ താലോലിച്ച് ഇത് എൻ്റെ മറ്റൊരു സിദ്ധിയാണെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റുള്ളവരെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രകൃതം എൻ്റെ ഒരു സിദ്ധിയാണെന്ന് കരുതി നമ്മൾ ഇതിനെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇത്തിക്കണ്ണിയൊന്ന് വലിച്ചെറിയാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഇടയ്ക്ക് കോവയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. മരുമകൾ ഡോക്ടറാണ്, അമ്മ വീട്ടിലിരിക്കുന്നയാള്. മകനും മകൻ്റെ ഭാര്യയും ഡോക്ടേഴ്സാണ്. രണ്ടുപേരും രാവിലെ ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് പോകും. ഈ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയില്ല, ആരോഗ്യമുള്ള ഒരാളാണ്. വീട്ടിലൊരു വേലക്കാരി വരും ഡേ ടൈമിൽ. അത് വന്ന് എല്ലാം തൂത്തുതുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ അമ്മ കിച്ചണിൽ ചെയ്താൽ മതി. പക്ഷേ ഈ അമ്മയ്ക്ക് മരുമകൾ തൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി. ഈ അപ്പൻ ഈ പ്രശ്നവുമായി എൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഞാൻ ഓർത്തു പോകുകയായിരുന്നു, ഒരു ഡോക്ടർ എന്ന് പറയുന്നയാളുടെ മനസ്സൊക്കെ ഫ്രീ ആയിരിക്കണം. അവരനേക ജീവനെ കൈകാര്യം ചെയ്യുന്നവരാ. അവർക്കൊന്നും ഫ്രീ ആയിട്ട് അവരുടെ ജോലി സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം ജീവനെ കൈകാര്യം ചെയ്യുന്ന അവർക്ക് നല്ല ശ്രദ്ധ വേണം എപ്പോഴും. അങ്ങനെയുള്ള നേരം വെളുക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വരുന്ന ഈ മകൾക്ക് എനിക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ എനിക്ക് പറ്റുന്നല്ലോ എന്ന് സന്തോഷിക്കുന്നതിന് പകരം ഈ അമ്മ എപ്പോഴും കംപ്ലൈൻറ്റാ, എപ്പോഴും പരാതി പറയുക, എൻ്റെ കൂടെ ഇവൾ ഒന്നും ചെയ്യാൻ കൂടുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം ചെയ്യാനായിട്ട് മടിയാകുന്നു,
ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നില്ല. സാവധാനം സാവധാനം അസ്വസ്ഥതകൾ വിതച്ചുകൊണ്ടേയിരിക്കുകയാ. സ്വന്തം മകളാണെന്ന് ഓർക്കുന്നില്ല. മകൻ കൊണ്ടുവന്ന മകളാണ്. അവൾ നാടിന് നന്മ ചെയ്യുന്നു, ജീവനെ കൈകാര്യം ചെയ്യുന്നു, എത്ര വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവൾ നാട്ടിൽ പോയി പേരെടുത്ത് രോഗികളുടെ മുന്നിൽ നിന്ന് വളർന്ന് ഉയരുന്നത് കാണുമ്പോൾ അമ്മയുടെ മനസ്സിൽ ചെറുതായിട്ടൊരു അസൂയ കടന്നുകൂടി. ഞാൻ ഈ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇത് എങ്ങനെയെങ്കിലും ഈ മരുമകളെയും അമ്മയെ നശിപ്പിക്കാതെ വിട്ടു പോകുകയില്ല. കയറി കൂടിയിരിക്കുന്നു അസൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ഒരൊറ്റപ്പെട്ട ഒരു ഇതുപോലത്തെ ഒരു 1000-10,000 സംഭവങ്ങൾ എത്രയോ നേതൃത്വ നിലകളിൽ ശോഭിക്കേണ്ട ജീവിതങ്ങൾ കൂമ്പടഞ്ഞു പോയിരിക്കുന്നു. കാരണം ഈ കുടിലമായ നോട്ടങ്ങൾ, കുടിലമായ വാക്ക് പ്രയോഗങ്ങൾ, പ്രവൃത്തികൾ മനുഷ്യജീവനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 47-ാം തിരുവചനത്തിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ആലോചനാ സംഘം, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. എല്ലാവരും അവനിൽ വിശ്വസിക്കും. സംഭവം നമുക്കറിയാം. യേശുവിൻ്റെ പ്രവർത്തനം, യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് പുരോഹിതന്മാരും ഫരിസേയർ, യേശു ജനിച്ചപ്പോൾ തുടങ്ങി കയറി കൂടിയ ഇത്തിക്കണ്ണിയാ. അന്നേരം നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു, സാധിച്ചില്ല. പിന്നെ പിന്നാലെ നടന്ന് 33 വയസ്സായപ്പോൾ വീണ്ടും ഇവര് ഈ ഉരുണ്ടുകൂടിയ ഈ ഇത്തിക്കണ്ണി പടർന്ന് പന്തലിച്ച് യേശുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഇവർ വിധിച്ചുകൊണ്ടിരിക്കുക. നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെ അധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ, അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അതാണ് അവരുടെ മനസ്സിലെ ചിന്ത. ഈ മനുഷ്യന്റെ പിന്നാലെ എല്ലാവരും പോകുന്നു. അതിലൊരു പഴുത് നോക്കിക്കൊണ്ടിരിക്കുകയാ. നമുക്കറിയാം ഇവരുടെ പഴുത് എവിടെ ചെന്ന് അവസാനിച്ചു എന്ന്. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 11-ാം തിരുവചനം, എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ യേശുവിൻ്റെ വളർച്ചയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും അവിടുത്തെ രീതികളും ഈ മനുഷ്യരുടെ മനസ്സിൽ നന്മയായിട്ടല്ല അവർ കാണുന്നത്, തിന്മയായി അവർ കണ്ട് ഉള്ളിൽ ഉരുണ്ടുകൂടിയ തിന്മ യേശുവിനെ വധിക്കുവാനായിട്ട് ഇവർ ആലോചിച്ച് വധിച്ചു. നമുക്കറിയാം സംഭവം എന്താണ് എന്ന്. ഇന്ന് യഹൂദര് നമുക്കറിയാം, ഇസ്രായേലിലുള്ളവര് വെടിയുടെ ശബ്ദം കേട്ട അവർ ഉറങ്ങുന്നത്, വെടിയുടെ ശബ്ദം കേട്ട അവർ ഉണരുന്നത്, വെടിയുടെ ശബ്ദം കേട്ട അവർ ജീവിക്കുന്നത്. സമാധാനം എന്ന് പറയുന്നത് അവിടെ ഇല്ല. വിശുദ്ധ സ്ഥലത്തൊക്കെ സന്ദർശിക്കുവാൻ പോകുന്നവര് പ്രത്യേകം അന്വേഷിക്കണം അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന്. അവരുടെ ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ വെടിയൊച്ച മാത്രം. ഉരുണ്ടുകൂടിയ യഹൂദരുടെ അസൂയ ഉരുണ്ടുകൂടി യേശുവിനെ കുരിശിൽ തറയ്ക്കുവാൻ അവർ മുൻകൈയെടുത്ത് അവരിൽ ഉരുണ്ടുകൂടിയ ഇത്തിക്കണ്ണി ഇന്ന് ആ ജനതയെ മുഴുവൻ നശിപ്പിച്ചിരിക്കുക. ഒരു സമാധാനം എന്ന് പറയുന്ന ഇസ്രായേലിൽ ഇല്ല. അവിടെ എന്നും വെടിയൊച്ചകൾ മാത്രം, അസമാധാനം മാത്രം നടമാടുകയാണ്. അവരെന്നും അവരുടെ ദേവാലയം, നഷ്ടപ്പെട്ട ദേവാലയം ഒന്ന് പടുത്തുയർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് പരിശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നാശത്തിലേക്ക് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്ത അപരാധം, ഗുരുവിനെ അവർ ഒറ്റിക്കൊടുത്ത് ഉള്ളിൽ ഉരുണ്ടുകൂടിയ അസൂയ മാത്രം, വേറെ ഒന്നും യേശു അവരുടെ നിലനിൽപ്പിനോ അവരുടെ പ്രവർത്തനങ്ങൾക്കോ ഒരു വിലങ്ങുതടി ആയിരുന്നില്ല. സത്യത്തിൽ യേശു പിതാവിൻ്റെ സ്നേഹം കൊടുക്കുവാനായിട്ട് കടന്നു വന്നു. പക്ഷേ ആ സ്നേഹത്തെ തിരിച്ചറിയാതെ അവിടെ നിലനിൽപ്പിന് യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് ഒരു വലിയ പ്രതിബന്ധമായി മാറി. അവർ കുരിശിൽ തറച്ചു കൊന്നു. ഇന്ന് അവിടെ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ശാന്തിയില്ല. അവിടെ പോകുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ വളരെ കെയർഫുൾ ആകുന്നില്ല എങ്കിൽ അവിടെ അസ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും
യേശുവിനെ നേരിട്ട് വധിക്കുവാൻ പോകുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും ഇത് തന്നെ ഓഫീസുകളിൽ, പ്രവർത്തന മേഖലകളിൽ, ഒരു 2 പേർ ഒന്നിച്ചു കൂടുന്ന സമൂഹങ്ങളിലെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വിചാരിക്കും എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ വ്യക്തിയുടെ ഉയർച്ചയെ എനിക്ക് തടയാൻ സാധിക്കുമെന്ന്. ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ എത്തിക്കണ്ണി പിന്നെ എന്നെയും കൂടെ വലിച്ചു നശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. എന്നിൽ ഉരുണ്ടുകൂടിയ ഈ സാധനം മറ്റുള്ളവരുടെ ശക്തി, സ്നേഹം, ഉയർച്ച, കഴിവുകളെല്ലാം നശിപ്പിക്കുന്നു. ഒപ്പം ഇത് എന്നെയും കൂടെ അവസാനം നശിപ്പിച്ചിട്ടേ പോകുകയുള്ളൂ. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്വസ്ഥതയും സമാധാനവും ഇല്ല. സ്വസ്ഥതയും സമാധാനവുമില്ല. തിരുവചനം നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അസൂയ, ദുഷ്ടരെ കുറിച്ച് അസൂയ തോന്നേണ്ട. നന്മ ചെയ്യുന്നവരെ കുറിച്ചാണ് നമുക്ക് കൂടുതലുണ്ടാകുന്നത്. എനിക്ക് തിരുവചനം പറയുന്ന അതിനേക്കാൾ അപ്പുറം ഒരു പടി കൂടി കടന്നു പോയിട്ട് പറയുകയാണ്. പ്രഭാഷകൻ 21:1, ദുഷ്ടരെ കുറിച്ച് അസൂയ തോന്നേണ്ട. 19 പറയുന്നത് ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണം. ദുഷ്ടരോട് പിന്നെ അസൂയ വന്നിട്ട് പോട്ടെ, അതൊരു കാര്യമുള്ള കാര്യമാണെന്ന് വിചാരിക്കുക, അതുപോലും വേണ്ട എന്ന തിരുവചനം പറയുന്നത്. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവന് ഭാവിയില്ല. അവരെ നോക്കി അസൂയപ്പെടുകയേ വേണ്ട എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറയുക. സാമുവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞ് ദാവീദ് വെറും ഒരു ആട്ടിടയനായിരുന്നു. ദൈവം കൊടുത്ത കഴിവിനാൽ ഈ മനുഷ്യൻ രാജാവായി മാറി. നമുക്കൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു കൊച്ചു സംഭവമായത്. ആട്ടിടയനായി ആ കാട്ടിക്കൂടെ നടന്നതാ. ഒരു കുഴപ്പമില്ലാതെ നടന്നിരുന്നായിരുന്നു ദാവീദിനെ കുറിച്ച് കർത്താവ് രാജാവാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ 1 സാമുവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഉരുണ്ടുകൂടിയ ഇത്തിക്കണ്ണി സാവൂളിന്റെ മനസ്സിൽ. സാവൂളിന് ശേഷം കടന്നു വരുമ്പോൾ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. സാവൂൾ 1000-ങ്ങളെയും ദാവീദ് 10,000-ങ്ങളെയും. 1000-ഉം 10,000-ഉം തമ്മിലുള്ള വ്യത്യാസം സാവൂളിൽ ഒരു വയറ്റിപ്പരവേശമുണ്ടാക്കി. വലിയ കുഴപ്പമില്ലാതെ സാവൂൾ നടന്നതായിരുന്നു. പക്ഷെ ഒരൊറ്റ വാക്ക്, തൻ്റെ പിന്നാലെ വരുന്ന ഈ ദാവീദ് എന്താണ് 10,000-ങ്ങളെ എന്നുള്ളൊരു വാക്ക് പറഞ്ഞതോടുകൂടി ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000-ങ്ങൾ കൊടുത്തു. മനുഷ്യവാക്കുകൾക്ക് എന്ത് വിലയിരിക്കുന്നു? ഒരാളുടെ പ്രവർത്തനങ്ങൾ നന്നായിരിക്കുന്നു, അവരുടെ പ്രസംഗം നന്നായിരിക്കുന്നു, ജോലികൾ നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തനം നന്നായിരിക്കുന്നു. ഒരു വാക്ക്, മനുഷ്യർ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നെഗറ്റീവ് ചിന്തകൾ തരുന്നത്. എനിക്ക് 1000-ങ്ങളും, ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. കണ്ടോ? ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഉരുണ്ടുകൂടിയ തിന്മ ഇത്തിക്കണ്ണി കൂടിയപ്പോഴേക്കും കയറിക്കൂടിയ ഒരു ദുരാത്മാവ്, തിന്മയുടെ ആത്മാവ് കടന്നുകൂടിയെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സംഭവം അറിയാം. ഈ ദാവീദിനെ വധിക്കുവാൻ സാവൂൾ അവസരം പാർത്ത് നടക്കുകയാ. പക്ഷേ ദൈവം പല പ്രാവശ്യം ഈ തിരിച്ച് ദാവീദിന് സാവൂളിനെ കൊള്ളാനുള്ള അവസരങ്ങൾ പല പ്രാവശ്യം ഈ സാവൂളിനെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ ദാവീദ് തൊട്ടിട്ടില്ല. അഭിഷിക്തനെ ഞാൻ തൊടുകയില്ല, എനിക്ക് വേണ്ട, ഇവനെ നശിപ്പിച്ചിട്ട് എനിക്കൊരു പദവി വേണ്ട. അതായിരുന്നു ദാവീദിന്റെ ചിന്ത. ഉരുണ്ടുകൂടുന്ന ഈ ഇത്തിക്കണ്ണി മനുഷ്യരിലേക്ക് പടരാതിരിക്കുകയില്ല. ഇതവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ഇരിക്കുകയില്ല, അത് പടർന്ന് നശിപ്പിക്കും. എത്ര കുടുംബങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര കുടുംബങ്ങൾ. ഒരു മകൾ എന്നോട് പറയാം, സിസ്റ്ററെ, 3ാമത്തെ കൊച്ചിനെ ഞാനൊന്ന് ഗർഭം ധരിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് പണ്ടേനോട് ഇഷ്ടമില്ലായിരുന്നു. ഈ 3ാമത്തെ കൊച്ചിനെ ധരിച്ചപ്പോഴേക്കും പറയേ വേണ്ട, എന്തോരസൂയാണെന്ന്.
എന്തോ ഒരു നിക്കക്കള്ളിയില്ല സിസ്റ്റർ. ഈ കുഞ്ഞിനെ എങ്ങനെ ഞാൻ 9 മാസം വയറ്റിലിടുമെന്നോർത്ത് ഞാൻ നടക്കുകയാ. എന്നോട് കാട്ടിക്കൂട്ടുന്ന, ഞാൻ കയറി വന്നതും പ്രേമിച്ചു വന്നതും ഒന്നുമല്ല, എന്നിട്ടും എൻ്റെ അമ്മ എന്നോട് കാട്ടിക്കൂട്ടുന്ന രീതികൾ. പ്രിയ സഹോദരങ്ങളെ, ഇത് സമൂഹത്തിലുമുണ്ട്, സമൂഹ ജീവിതത്തിലുമുണ്ട്. ഒരാൾ നന്നായിട്ടൊന്ന് കയറി പോകുന്നത് കാണുമ്പോഴേക്കും ഏതെല്ലാം രീതിയിൽ ഞണ്ട് കാലയെ പിടിച്ച് വലിച്ചു യാതിക്കുന്നത് പോലെ എത്ര പേരുടെ കാലയെ പിടിച്ച് നമ്മൾ വലിച്ചു ചാടിച്ചിട്ടുണ്ട്. എത്ര പേരുടെ ചിറകുകൾ നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. ദൈവം പറക്കാൻ കൊടുത്ത ചിറകുകളെ നമ്മൾ തല്ലി തകർത്ത് വെച്ചിരിക്കുക. അവരെയൊക്കെ നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ ഈയലുകൾ പൊങ്ങും. കുറേ നേരം പൊങ്ങിയതിന് ശേഷം എല്ലാം താഴോട്ടിയാണ്. പിന്നെ ചിറകില്ല അവർക്ക്. പിന്നെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളായിട്ട് ഇഴകി നടക്കും. ഇതുപോലെ ചുറ്റുപാടും നടക്കുന്ന എത്ര കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചിറകൊടിച്ച് കളഞ്ഞ ജീവിതങ്ങൾ. ഇപ്രകാരമുള്ള ഇത്തിക്കണ്ണികൾ കയറിക്കൂടി നമ്മളെ നശിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ചിറകൊടിഞ്ഞ് പോയ പക്ഷിയെ പോലെ, ഒരു പാറ്റയെ പോലെ നടക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്രകാരം ക്രൂശിതനായ യേശുവിനെ നമ്മൾ നോക്കണം. നമുക്കും ഉത്ഥാനത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്ന്. അവർ അസൂയ നിമിത്തം യേശുവിനെ വധിച്ചു എങ്കിലും അവിടുന്ന് ഉത്ഥിതനായി. നമ്മളും ഓർക്കേണ്ടത് ഇതാണ്. തല്ലിത്തകർന്ന ജീവിതങ്ങളിൽ നമ്മൾ നശിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ നോക്കി അവിടുത്തെ ഉത്ഥാനത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റുമല്ലോ എന്നോർത്ത് നമ്മൾ പ്രത്യാശയുള്ളവരായി മാറുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കാണുന്നൊരു ജോബിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 22-ാം തിരുവചനം. ജോബ് 34:22. തിന്മ പ്രവർത്തിക്കുന്നവന് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നശിച്ചു പോകരുതേ. കർത്താവ് ഈ തിന്മ പ്രവർത്തിക്കുന്നവരെ മറഞ്ഞിരിക്കുവാൻ നിഴലും കൊടുക്കുന്നില്ല, അന്ധകാരവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന്. ഈ ഒരു ഉറപ്പ് മാത്രമേ നമുക്ക് എപ്പോഴും ഉള്ളൂ. ഈ ഉറപ്പ് നമുക്കുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചവരെ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേണ്ടവണ്ണം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊള്ളും. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് ഒത്തിരി നിരാശപ്പെടുവാനായിട്ട് പോകരുത്. ക്രൂശിതനെ നമ്മൾ നോക്കണം. അങ്ങേയറ്റം വരെ എത്തിയിട്ടും അവിടുന്ന് ഉദ്ധാനം ചെയ്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ ഒരു സഹനങ്ങളെ നേരാവണ്ണം കാണുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം ഈശോയോട്. ഇപ്രകാരം മറ്റുള്ളവരിൽ കാണുന്ന നന്മ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപക പിതാവായ വർക്കീച്ചൻ എപ്പോഴും പറയുമായിരുന്നു, അസൂയ ഹൃദയത്തിൽ സൂക്ഷിക്കരുതേ, മനസ്സിൽ സൂക്ഷിക്കരുതേ. ഒരു മനുഷ്യനിലെ നന്മ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അത് ഞാൻ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് എന്ന് അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. ആ വ്യക്തിയെ ഞാൻ സ്വീകരിക്കാത്തപ്പോൾ ആ നന്മ കൊടുത്ത ദൈവത്തെ സ്വീകരിക്കാത്തതുപോലെയാണ് എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുമെന്നും അസൂയ ജീവിതത്തെ വെട്ടിച്ചുരുക്കുമെന്നും കൂടി തിരുവചനം പറയുമ്പോൾ ഇതിൻ്റെ ആഴമൊന്ന് ഓർത്തു നോക്കി. ചുരുങ്ങി ഒരു അസ്ഥി നിൽക്കുകയല്ലെന്ന് പറഞ്ഞാൽ, അസ്ഥി ജീർണിച്ചു എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുമോ നമ്മൾ? അസ്ഥിയില്ലാതെ നമ്മൾ എങ്ങനെ നിൽക്കും? എല്ലുകൾക്ക് ബലമില്ല എങ്കിൽ എങ്ങനെ നിൽക്കും? എത്ര കഴിവുള്ളവരാണെങ്കിലും ജീർണിപ്പിക്കും അസ്ഥികളെ. തന്നെയുമല്ല, ജീവിതത്തെ വെട്ടിച്ചുരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ തുറന്ന ഒരു പുസ്തകം പോലെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഉള്ളിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ചിന്തിച്ച് ഈശോയെ ഒന്ന് ക്ഷണിച്ചു വരുത്തി, കർത്താവെ എല്ലാം ഒന്ന് കാട്ടിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഇത്തിക്കണ്ണികളെ കണ്ടെത്തി പറിച്ചറിയാൻ എന്നെ സഹായിക്കണമേ ഈശോയെ. മറ്റുള്ളവരിലുള്ള നന്മകൾ കാണുമ്പോൾ, മറ്റുള്ളവരിലുള്ള നന്മയെ പ്രശംസിക്കുമ്പോൾ അത് കൊടുത്ത അങ്ങയെ തന്നെയാണ് കാണുന്നത് എന്ന്, അങ്ങയെ തന്നെയാണ് ഞാൻ പ്രശംസിക്കുന്നത് എന്ന്, പ്രകീർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. എൻ്റെ വ്യാപാരങ്ങളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ അനേക ജീവിതങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് ഈശോയെ. അതെല്ലാം തിരുത്തി ജീവിത വിശുദ്ധിയിൽ വളരുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, സ്വർഗീയ മാതാവേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.